ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയിൽ, അതായത് നമ്മുടെ കാറിൽ നമ്മൾ ചെറിയ മോഡിഫിക്കേഷൻ ചെയ്യാൻ പോവുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ സാധനം. നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് LED ഹെഡ്ലൈറ്റ് ബൾബ്സ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ചൈനയിൽ നിന്നാണ്. അപ്പോൾ മേഡ് ഇൻ ചൈന കിട്ടുന്നത്, ഡയറക്റ്റ് ഫ്രം ചൈന നമുക്ക് സാധനം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നവോ വിവോ എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ LED ബൾബ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഭയങ്കര ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ് കാണാനായിട്ട്. അതിൻ്റെ ഒരു ഡിസൈൻ എലമെൻറ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ്. അപ്പം ഇതിൻ്റെ ഒരു ഇൻസ്റ്റാളേഷൻ വീഡിയോ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു കോൾസ് തന്നെയാണ്, ഞാൻ ഓൺ ചെയ്യുന്ന കോൾസ് തന്നെയാണ് നമ്മൾ ആ ഒരു LED ബൾബ്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. കുറച്ച് ടാസ്ക് ആണെന്ന് തോന്നുന്നു ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. കാരണം അതിൻ്റെ അത് ചെറിയ റിഫ്ലക്ടർ വരും, അത് ഊരിയെടുക്കണം. അത് ഊരിയെടുക്കണമെങ്കിൽ കുറച്ച് ടാസ്ക് ആണെന്ന് തോന്നുന്നു. എനിക്കൊന്ന് ഹെഡ്ലൈറ്റ് മൊത്തത്തിൽ ഊരിയേണ്ടി അല്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കേണ്ടി വരും ആ ഒരു റിഫ്ലക്ടർ. അപ്പോൾ ഇതായാലും നോക്കാം നമുക്ക് ഈ ഒരു സാധനം വെച്ചിട്ട് എങ്ങനെയാണ് അതിനെ വെട്ടുമെന്ന്. ഇതിനകത്തല്ലെങ്കിൽ ഞാൻ വേറൊരു വണ്ടി നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കും കേട്ടോ. H4 ഫിറ്റിംഗ് ആണ് നമ്മുടെ ഈ ഒരു സാധനം വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സാധനം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലൈറ്റ് എങ്ങനെയുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കോൾസ്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ഈ ഒരു ഹെഡ്ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ റിഫ്ലക്ടർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനത്തിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ഹെഡ്ലൈറ്റ് ഇടുന്ന സമയത്ത് എന്താ പറയുക, ആ ഒരു റിഫ്ലക്ടറിൻ്റെ ആ ഭാഗത്ത് തട്ടാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ റിഫ്ലക്ടർ ഊരി മാറ്റിയതിന് ശേഷം മാത്രമേ, ആ കപ്പ് ഊരി മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു ലൈറ്റ് ഇടാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം അതൊരു ടാസ്ക് തന്നെയാണ്. ഞാൻ നോക്കിയ സമയത്ത് അത് ഊരാൻ കുറച്ച് കടുപ്പമാണ്. ഒന്നെങ്കിൽ ഹെഡ്ലൈറ്റ് മൊത്തത്തിൽ ഊരിയെടുത്തതിന് ശേഷം അത് ഊരിയെടുക്കണം, അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയണം. അങ്ങനെ എന്തെങ്കിലും ചെയ്താലേ സംഭവം റെഡിയാക്കി എടുക്കത്തുള്ളൂ. അപ്പം അതാണ് ഇതിനകത്ത് വരുന്ന ഒരു ഏക ടാസ്ക് ആയിരിക്കും തോന്നുന്ന. ഇതല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടി ഉണ്ട്, ഓൾട്ടോ. അപ്പോൾ അതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനും H4 ഫിറ്റിംഗ് തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നോർമലായിട്ട് വരുന്നത് സാധാ ഹാലജൻ ബൾബ്സ് ആണ്. അപ്പോൾ ഇതിനകത്തുള്ള പ്രകാശം എന്ന് പറയുന്നത് ഇത്തിരി ശോകം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബൾബ് ഒന്ന് പൊട്ടിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്താണെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈറ്റിൻ്റെ മോഡൽ. മിസ്റ്റർ ബുൾ എന്നാണ് മോഡലിൻ്റെ പേര് വരുന്നത്. 90 watts ഹൈ ബ്രൈറ്റ്നസ് ലൈറ്റ് ആണ്. അതേപോലെ 600% മോർ ലൈറ്റ്, 50,000 hours ലൈഫ് സ്പാൻ, 60% എനർജി കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പ്രകാശവും കാര്യങ്ങളൊക്കെ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് ഇട്ട് നോക്കണം. മുമ്പായിട്ട് ഇതിനകത്തൊരു ഡിസൈൻ എലമെൻ്റ് ഉണ്ട്, അതിനെ ഒന്ന് കാണിച്ചു തരാം. ഇത് ഓപ്പൺ ചെയ്യാൻ കുറച്ച് പാടാണ് കേട്ടോ. ഇതിൻ്റെ ബോക്സ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. നല്ല പ്രീമിയം പാക്കിങ്ങിൽ വരുന്ന പൊളി ബോക്സ് ആണ്. പിടിക്കുക ഹാൻഡിൽ, അതേപോലെ ബ്രാൻഡിങ്, ഇതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്ന ആയാലും ഭയങ്കര രസമാണ് കേട്ടോ. ഒന്ന് തറ വീണാലും ഒന്നും പറ്റിയൊന്നുമില്ല. ബോക്സ് ഇത്രയും കട്ടിയുള്ള ബോക്സ് ആയതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ബോക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഗൈസ്. ഇപ്പോൾ നമ്മുടെ ആ ഒരു ലൈറ്റിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ആ ഒരു ലൈറ്റിൻ്റെ ക്ലോസ് ലുക്ക് എന്നൊക്കെ പറയുന്ന. അപ്പോൾ ഇതിൻ്റെ ബേക്കിലായിട്ട് ആ ഒരു പേര്, അതായത് ആ ഒരു മോഡലിൻ്റെ പേര് പോലെ, മിസ്റ്റർ ബുൾ എന്ന മോഡലിൻ്റെ പേര് പോലെ തന്നെ അതിൻ്റെ ബേക്കിൽ ഒരു ബുള്ളിൻ്റെ ഒരു ഹെഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് വരും കേട്ടോ. അപ്പോൾ ആ ഡിസൈൻ എലമെൻറ്റ് ഭയങ്കര രസമാണ്. ഇവിടെ 2-3 മോഡൽസ് ഉണ്ട്. മിസ്റ്റർ ഈഗിൾ അങ്ങനെ പറയുന്ന 2-3 മോഡൽസ് ഉണ്ട്. അതിനകത്ത് എല്ലാത്തിലും ലയണിൻ്റെ ഒരു മോഡലുണ്ട്. അപ്പോൾ എല്ലാത്തിലും ഇതേപോലത്തെ ഡിസൈൻ എലമെൻറ്റ്സ് അവർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ നിങ്ങൾക്കൊരു ബുള്ളിൻ്റെ എലമെൻറ്റ് ഇവിടെ കാണാൻ പറ്റും. അപ്പം ഇതാണ് ആ ഒരു ലൈറ്റിൻ്റെ ഡിസൈൻ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പിന്നെ അതേപോലെ ഇതിൻ്റെ ഫിറ്റിംഗ് വരുന്നത് H4 ഫിറ്റിംഗ് ആണ്. 3 പിൻ വരും. അതാണ് H4 ഫിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ആ H4 ഫിറ്റിംഗ് ആണ് മിക്കുള്ള വണ്ടിയിൽ വരുന്ന. ചില വണ്ടി എനിക്ക് തോന്നുന്നു പ്രൊജക്ടർ പോലുള്ള വണ്ടികൾക്ക് എനിക്ക് തോന്നുന്നു H7 ആണെന്ന് തോന്നുന്നു. അതറിയാൻ വയ്യ അതിനെപ്പറ്റി. അപ്പം ഞാൻ H4 ആണ് എടുത്തത്. H4 എടുത്തു കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ എനിക്കിത് വേണമെങ്കിൽ ബൈക്കിൽ ഇടാൻ പറ്റും. പക്ഷേ ബൈക്കിനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഇത്രയും പവർ കൂടിയ ഒരു ലൈറ്റ് ബൈക്കിൽ ഇടുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ആ ഒരു വയറിങ് കാര്യങ്ങൾ ചിലപ്പോൾ താങ്ങിയൊന്നും വരത്തില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു ലൈറ്റ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോ ആണ് നമുക്ക് ചെയ്യേണ്ട. അപ്പം ക്ലോസ് ലുക്ക് കണ്ടു, ഒരു രക്ഷയില്ല. ഭയങ്കര രസമാണ് കാണാനായിട്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു സ്പെഷ്യൽ എലമെൻ്റാണ് ഈ കാണുന്ന ഈ ഒരു കോപ്പറിൻ്റെ ഒരു പ്ലേറ്റ് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ട്. ആ ഒരു ഹീറ്റും കാര്യങ്ങളൊക്കെ കൺവേർട്ട് ചെയ്ത് പോകാനായിട്ട്. പിന്നെ ഈ ഒരു ലോക്ക് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഇത് ആദ്യം ഇട്ടതിന് ശേഷമാണ് നമ്മുടെ ഈ ഹെഡ്ലൈറ്റ് കയറ്റിയിടുന്നത് കേട്ടോ. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത്. ഫാനാണ് വരുന്നത്. പിന്നെ അതിൻ്റെ വയറിങ് കാര്യങ്ങൾ സ്ലീവ് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല, പെട്ടെന്ന് പൊട്ടി പോകത്തില്ല. പിന്നെ ഈ ഒരു മൊഡ്യൂള് നമ്മൾ എവിടെയെങ്കിലും ടാഗ് ചെയ്ത് വയ്ക്കണം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമായിട്ട് അതിനുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ ലിങ്ക് കാര്യങ്ങൾ താഴെ കൊടുക്കുന്ന കൂട്ടേ നോക്കിയാൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമുക്ക് നേരെ കൊണ്ടുപോയി ഫിക്സ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കപ്പിൽ തട്ടുന്നതൊന്നുമില്ല. പക്ഷേ നമുക്ക് ആ ലോക്ക് ഒന്ന് കറക്റ്റായി ഇടാനായിട്ട് കുറച്ചൊന്ന് പാടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ലൈറ്റ് കണക്ട് ചെയ്ത് വയ്ക്കുന്ന ആ ഒരു ലോക്കാക്കുന്ന ക്ലിപ്പ് ഇടാൻ കുറച്ചും ടാസ്ക്കാണ്. ആ കാണുന്ന ക്ലിപ്പ് ഇടാൻ കുറച്ചും ടാസ്ക്കാണ്. അപ്പം ആ ഒരു മെനക്കേട് മാത്രമേ ഇപ്പോൾ ഇതിനകത്ത് കാണുന്നുള്ളൂ. ബാക്കി വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ വിചാരിച്ച് വെച്ചത് ഈ ഒരു റിഫ്ലക്ടറിൽ തട്ടുമെന്നായിരുന്നു, പക്ഷേ അതിനകത്ത് തട്ടുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് തുറന്ന് നോക്കാം. അടുത്ത ബൾബ് കൂടെ വരുമ്പോൾ വരണം. നമ്മൾ ഇട്ട് നോക്കിയപ്പം ആ ലൈറ്റിൻ്റെ ആ ലോക്കിടാൻ കൂടി ടാസ്ക് ആയി നമ്മളവിടെ വെച്ചൊക്കെയാണ്. അപ്പം ഇതാ വരുന്നു കണ്ണൻ. അങ്ങനെയാണ് നമ്മൾ വണ്ടിയിൽ സെറ്റ് ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ ഇത് നമ്മുടെ പഴയ ഷോപ്പ് തന്നെയാണ് മോട്ടോ പ്ലാനറ്റ്. നമ്മൾ മുമ്പ് കുറേ അധികം വീഡിയോ ചെയ്തിട്ടുള്ള ഷോപ്പാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കോൾസിൻ്റെ പരിപാടി നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. പിന്നെ അതേപോലെ നമ്മൾ ഈ ഒരു LED ഹെഡ്ലൈറ്റ്സ് ഇടുന്ന സമയത്ത് ഈ ഒരു കാണുന്ന ഈ ഒരു കപ്പ് ഉണ്ടോ, ഈ സാധനം നമ്മൾ എപ്പോഴും താഴോട്ടാക്കി വെക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിമ്മ് വരുന്നത്. പിന്നെ ഇത് മേലോട്ടാക്കി വെച്ചാൽ നമുക്ക് ആ ഒരു വെട്ടം കറക്റ്റായിട്ട് കിട്ടത്തില്ല കേട്ടോ. ഇതാ ഇങ്ങനെയാണ് ഇടാനുള്ള നമ്മുടെ ഈ ഒരു സൈഡിലെ ഹെഡ്ലൈറ്റ്സ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇതാ കാണുന്ന. അപ്പം ഈ ഹെഡ്ലൈറ്റ്സ് എന്തായാലും ഇട്ട് കഴിഞ്ഞാൽ ഡെസ്ക് കവർ എന്തായാലും ഇട്ടേക്കണം. ഇട്ടില്ലെങ്കിൽ അത് പിന്നെയും പൊടിയും കാര്യങ്ങളൊക്കെ നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട് ഹെഡ്ലൈറ്റ്സ്. അപ്പം ആ പ്രശ്നം ഇടാം. പിന്നെ ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു കാണുന്ന ഈ ലോക്ക് ഉണ്ട്, ഈ ലോക്ക് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഊരിക്കഴിഞ്ഞാൽ ലോക്ക് ഇളകി കഴിഞ്ഞാൽ ഈ ഒരു സാധനം മാത്രം നമ്മൾ ആദ്യം ഇട്ടതിന് ശേഷം ലോക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഡെസ്ക് കവർ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഹെഡ്ലൈറ്റ് ഈ ഒരു ബൾബ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കേട്ടോ. അതിനകത്ത് നമുക്കിതാ ഒരു ബുള്ളിൻ്റെ ഹെഡിൻ്റെ ആ ഒരു ലോഗോയും കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റും. ലോഗോയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു കാണുന്ന ഒരു മുടികൾ എവിടെയെങ്കിലും ടൈ ചെയ്ത് വെച്ചാൽ അത്രയും സൗണ്ടും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ട്, അല്ലെങ്കിൽ തട്ടി സൗണ്ട് കേൾക്കും. പിന്നെ ഇവിടെ ഒരു ബുള്ളിൻ്റെ ലോഗോ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു ഹെഡ്ലൈറ്റിൻ്റെ വർക്കിംഗ് അല്ലെങ്കിൽ ലൈറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഗൈസ് ഇതിനകത്ത് കിടന്നത് ഈ ഒരു ബൾബാണ് കേട്ടോ. 100-90 ആ ഒരു സീരീസ് വരുന്ന ബൾബാണ് നമ്മളെ വണ്ടിയിൽ ഓൾറെഡി കിടന്നത്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെ വെട്ടമുണ്ടാകുമെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ പ്രകാശമായിട്ടൊന്നും തോന്നിയിട്ടില്ല. കുഴപ്പമില്ലെന്നേ ഉള്ളൂ കേട്ടോ. വെട്ടം കുറവായിരുന്നു. റൈറ്റൊക്കെ അടിച്ച് വേറെ ടീമുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടു. നമ്മൾ റൈറ്റ് അടിച്ചാൽ അവർക്കും തോന്നിയില്ല. പക്ഷേ ഇനി ഇതിട്ടിട്ട് റൈറ്റ് ചുമ്മാ ഒന്ന് അടിച്ചു കൊടുത്തോണ്ടല്ല പൂപ്പാട് വരും. ഗൈസ് അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റോക്കായിട്ട് വരുന്ന 55-60 വാട്ട്സ് വരുന്ന ബൾബ്സാണ്. പക്ഷേ നമ്മളിപ്പോൾ ഇതിനകത്ത് ഇട്ടിരുന്നത് വയറിംഗ് കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടിരുന്നത് എത്രടാ 100-90 വാട്ട്സ് വരുന്ന ബൾബാണ് ഇട്ടിരുന്നത് കേട്ടോ. പക്ഷേ എന്നിട്ട് എനിക്ക് വലിയ പ്രകാശമൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് LED ഹെഡ്ലൈറ്റിലോട്ട് മാറുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഗൈസ് അപ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റൊക്കെ ഫിക്സ് കഴിഞ്ഞ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ വർക്കിംഗ്. ഫാനൊക്കെ നൈസായിട്ട് വർക്കാവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെട്ടം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി ഇട്ട് നോക്കിയിട്ട് അറിയത്തുള്ളൂ. അപ്പോൾ എന്തായാലും രാത്രിയത്തെ ഒരു ഫീഡ്ബാക്ക് ഇട്ട് നോക്കിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ പറഞ്ഞുതരാം. ഗൈസ് അപ്പോൾ നമ്മളെ കോൾസ് ഇവിടെ കിടപ്പുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് ഓൺ ആക്കിയടാ. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് വരുന്ന. ഇത് ഡിമ്മാണ് കേട്ടോ. ഡിമ്മിൻ്റെ പ്രകാശം ഞാൻ കാണിച്ചു തരാം. ഇത്രത്തോളം ഡിമ്മിൻ്റെ പ്രകാശം വരുന്നുണ്ട്. ബ്രൈറ്റ് ആക്കിയേ, ബ്രൈറ്റ് ആക്കാം. ഡിമ്മാക്കി, ഡിമ്മ് ബ്രൈറ്റ്. അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു വെട്ടത്തിന്റെ കുറവ് ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ രാവിലെ പറഞ്ഞ ആ ഒരു റിഫ്ലക്റ്റീവ് ക്യാപ്പ് ഉണ്ടല്ലോ, നമ്മൾ ഇതിൻ്റെ അകത്തിടുന്ന ക്യാപ്പ് ഇളക്കണ്ട എന്ന് പറഞ്ഞ ആ ഒരു ക്യാപ്പ് ഞാൻ ഈ സൈഡിൽ ഇളക്കി കേട്ടോ. ഈ സൈഡിൽ ഇളക്കിയിട്ടില്ല. അപ്പോൾ വ്യത്യാസം ഒന്ന് അറിയാൻ വേണ്ടി ആക്കിയതാണ്. അപ്പോൾ ഇളക്കിയ ഭാഗത്താണെങ്കിൽ അത്യാവശ്യം നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇളക്കാത്ത ഭാഗത്ത് വെട്ടം കുറച്ചൊന്ന് കുറവായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ സൈഡിലെ ക്യാപ്പ് കൂടെ ഇളക്കണം. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു വണ്ടിയുടെ ലൈറ്റിന്റെ വർക്കിംഗ് എന്ന് പറയുന്ന. ഒന്ന് പഠിച്ചേ. ഓക്കെ, ഇതാണ് വർക്കിംഗ് കേട്ടോ. അപ്പം ഏകദേശം 90 വാട്ട്സ് വരുന്ന ഒരു ലൈറ്റാണ് നമ്മളെ വണ്ടി ഇട്ടേക്കുന്നത്. 90 വാട്ട്സിന് മുകളിലുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വയറിംഗ് കിറ്റും കാര്യങ്ങൾ ചെയ്ത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ പഴയ വണ്ടികൾക്ക് അങ്ങനെ ചെയ്ത് ഇടുന്നതായിരിക്കും നല്ലത്. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു മിസ്റ്റർ ബുൾ എന്നുള്ള മോഡലിന്റെ ലൈറ്റും പെർഫോമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് DM ചെയ്യുക, അല്ലെങ്കിൽ അവർ ഡീറ്റെയിൽസും കാര്യങ്ങളും താഴെ കൊടുക്കുന്നതായിരിക്കും. ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ മതി കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആയിരുന്നു. സംഭവം വെട്ടം എങ്ങനെയുണ്ടോ നിങ്ങളോ നോക്കി. എനിക്ക് എന്തായാലും അത്യാവശ്യം വെട്ടമായിട്ട് ഫീൽ ചെയ്യുന്നു. കാരണം ഹാലജൻ ബൾബ് ഇട്ടിട്ട് LED ആക്കിയപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല വെട്ടം എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളും രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധനം വാങ്ങിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഇവരെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്നെ കണക്ട് ചെയ്താലും മതി. ഞാൻ എങ്ങനെ സെറ്റ് ചെയ്ത് തരാം. ഇത്ര നല്ല വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതേപോലെ നല്ല വീഡിയോസ് ആയിരിക്കും. അതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ.